ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നീങ്ങുന്നത് അതിൻ്റെ പ്രസൻറ്റ് പെർഫോമൻസ് കണക്കിലെടുത്തിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് കണക്കിലെടുത്തിട്ടോ അല്ല. അത് അടിസ്ഥാനപരമായി മുന്നോട്ട് നീങ്ങുന്നത് അല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂച്ചർ ഏർണിങ്സ് പൊട്ടൻഷ്യലാണ്. അതായത് ഭാവിയിൽ ഈ സ്റ്റോക്ക് എത്രമാത്രം നമുക്ക് റിട്ടേൺ തരാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ള ഒരു സ്പെക്കുലേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈപ്പിയിലും മറ്റൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 25-ാം തീയതി ആഫ്റ്റർ മാർക്കറ്റ് അവറിൽ ഒരു കമ്പനി അതിൻ്റെ Q4 റിസൾട്ട് പുറത്തുവിട്ടിരുന്നു. ആ റിസൾട്ട് സ്ട്രീറ്റ് എസ്റ്റിമേഷനോട് അടുത്ത് പോലും വന്നിട്ടില്ല. ആ റിസൾട്ട് വളരെ മോശമായിരുന്നു. എന്നാൽ നെക്സ്റ്റ് ഡേ 26-ാം തീയതി ആ സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേ ഹൈ പോയത് 13% വരെ മുകളിലാണ്. ആ ദിവസം അത് ക്ലോസ് ചെയ്തത് 8% ഒരു അപ്പ് മൂവ്മെൻറ്റിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ 2023 മാർച്ചിൽ ആ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയ 13,718 കോടിയുടെ സെയിൽസ് റവന്യൂ അത് ഡിക്ലൈൻ ചെയ്ത് 12,871 കോടിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 6% ഒരു കുറവാണ് സെയിൽസ് റവന്യൂവിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ 2023 മാർച്ചിൽ 1,125 കോടി ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് അതും കുറഞ്ഞ് താഴ്ത്തു വന്നിട്ട് 2024 മാർച്ചിൽ ഈ ലേറ്റസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിൽ 664 കോടി എന്നാണ് കാണിക്കുന്നത്. അതായത് 41% വമ്പിച്ചെടിയുമാണ് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ കാണുന്നത്. അപ്പോൾ രാജ്യത്തെ 6ാമത്തെ ലാർജസ്റ്റ് IT കമ്പനിയായ ടെക് മഹീന്ദ്രയുടെ റിസൾട്ടിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇയർ ഓൺ ഇയറിൽ സെയിൽസ് റവന്യൂവും പ്രോഫിറ്റിലും വന്നിട്ടുള്ള ഈ ഒരു ഇടിവ് അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഇടിവാണ്. എന്നിട്ടും ഈ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, അതിനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ Q4 റിസൾട്ട് പുറത്തുവിട്ടതിൻ്റെ കൂടെ മാനേജ്മെൻറ്റ് നടത്തിയ ചില കമൻട്രികൾ അതിനെ മാർക്കറ്റ് മുഖവിലക്കെടുത്തു എന്നുള്ളതാണ്. ഒന്നാമതായി മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്ലാൻ FY 27 അടുത്ത 3 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ റവന്യൂ ഗ്രോത്ത് ഇവരുടെ പിയർ IT കമ്പനികളെ പിന്നിലാക്കി മുന്നോട്ട് പോകാനുള്ള ബിസിനസ് പ്ലാനുകൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇതിനൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നൽകാൻ കാരണം. ഇതിൻ്റെ കൂടെ OPM അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് 15% മുകളിൽ കൊണ്ടുവരുമെന്നാണ് മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഓൺ ആൻ ആവറേജ് 9% ആണ് ഇതിൻ്റെ മാർജിൻ ഫ്രം ഓപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉയർത്തണമെങ്കിൽ ഇവരുടെ ആ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളതും എക്സ്പെൻസുകൾ നിയന്ത്രിച്ചു കൊണ്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇവർ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്ക് 15% ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എത്താൻ കഴിയുകയുള്ളൂ. ഇതുകൂടാതെ മറ്റൊരു കാര്യം കമ്പനി പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 12% നിന്ന് അത് 30% ഉയർത്തുമെന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു 12% എന്ന് പറയുന്നത് ഒരു ബിലോ ആവറേജ് ROCE ആണ്. അതാണ് 30% മുകളിൽ ഉയർത്തും എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ഫ്രീ ക്യാഷ് ഫ്ലോ 85% മുകളിൽ കൊണ്ടുവരുമെന്നും, അപ്പോൾ FY 27 ആകുമ്പോഴേക്കും ഈ ഒരു ടാർഗറ്റൊക്കെ ഇവർ അച്ചീവ് ചെയ്യുമെന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അവകാശപ്പെടൽ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് മുഖവിലൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെക് മഹീന്ദ്രയിൽ അടുത്തിടെയായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് ടീമിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. ടെക് മഹീന്ദ്രയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മോഹിത് ജോഷിയാണ്. ഈ മോഹിത് ജോഷി ചാർജ് എടുക്കുന്നത് 2023 അവസാനത്തോടെയാണ്. അപ്പോൾ അതിനുശേഷം പുതിയൊരു മാനേജ്മെൻറ്റ് റീസ്ട്രക്ചറിങ് അദ്ദേഹം ഈ കമ്പനിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മോഹിത് ജോഷി ഇൻഫോസിസിൻ്റെ ഒരു ഫോർമർ പ്രസിഡൻ്റാണ്. ഇദ്ദേഹം ഈ ടെക് മഹീന്ദ്രയിൽ വന്നത് ഈ CP ഗൗർനാനി എന്ന് പറയുന്ന അതിൻ്റെ MD റിസൈൻ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അന്താരാഷ്ട്ര IT ബിസിനസ് രംഗത്ത് വലിയ പ്രവർത്തന പരിചയമുള്ള മോഹിത് ജോഷിക്ക് ഈ ഒരു കമ്പനിയെ റൈറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നും മാനേജ്മെൻറ്റ് ടീമിനെ അദ്ദേഹം തന്നെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി മാർക്കറ്റ് മുഖവിലേക്ക് എടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 25 ഫൈനാൻഷ്യൽ ആകുമ്പോഴത്തേക്കും ടെക് മഹീന്ദ്ര ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് തിരിച്ചു വരുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ടെക് മഹീന്ദ്ര പറയുന്ന ഈ ഒരു കമ്പനി നെക്സ്റ്റ് ജനറേഷൻ IT മേഖലയിൽ മെറ്റാവേഴ്സ്, ബ്ലോക്ക് ചെയിൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി
ഈ രംഗത്തുള്ള ഗ്ലോബൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള എൻഡ് ടു എൻഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു IT കമ്പനിയാണ്. അപ്പോൾ ഈ പുതിയ മാനേജ്മെൻറ്റ് ആത്മവിശ്വാസത്തോടെ ഫോക്കസ് ചെയ്യുമ്പോൾ വലിയ കോൺട്രാക്റ്റുകൾക്ക് ഇവർക്ക് വിൻ ചെയ്യാൻ കഴിയുമെന്നും മൾട്ടി ടവർ ഡീലുകളിലൂടെ ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്യാനും കഴിയുമെന്നുമാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ പഴയ അക്വിസിഷനുകളുടെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുവാനും അങ്ങനെ കാര്യക്ഷമമായതും കോസ്റ്റ് എഫക്റ്റീവുമായതുമായ ഒരു ഓപ്പറേഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രോഫിറ്റബിളും പ്രഡിക്റ്റബിളുമായിട്ടുള്ള ഒരു ഗ്രോത്ത് നേടാൻ കഴിയുമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു കമൻട്രിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലീഡിംഗ് ബ്രോക്കറേജ് ഹൗസുകളായിട്ടുള്ള ICICI സെക്യൂരിറ്റീസ്, നുവാമ, അതുപോലെ MK ഗ്ലോബൽ, മോട്ടിലാൽ ഓസ്വാൾ പോലെയുള്ള പല ബ്രോക്കറേജ് ഹൗസുകളും ഈ സ്റ്റോക്കിൻ്റെ ആ ടാർഗറ്റ് നിലനിർത്തുകയോ അല്ലെങ്കിൽ ഉയർത്തുകയോ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ടും പോസിറ്റീവുമായിട്ടുമാണ് ഇത്തരം ഈ മാനേജ്മെൻറ്റ് കമൻട്രി കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം ഇത് 13% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ വന്നത്. മാർക്കറ്റ് 155 പോയിൻ്റ് ഇടിഞ്ഞ സമയത്തും അതുപോലെ IT സ്റ്റോക്കുകളൊക്കെ ഡൗൺ ട്രെൻഡിൽ നിൽക്കുമ്പോഴുമാണ് ഇങ്ങനെയൊരു ജമ്പ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ടെക് മഹീന്ദ്രയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 1,26,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. Nifty 50 ഇൻഡെക്സിൽ ഉൾപ്പെട്ട കമ്പനിയാണ് ടെക് മഹീന്ദ്ര. ഇവരുടെ ഓൾ ടൈം ഹൈ പ്രൈസ് 1838ആണ്. ഈ 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ 9% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ വളരെ ഹൈ ആണ്, 53.6 ഇൻഡസ്ട്രി PE 29 മാത്രമേ ഉള്ളൂ. കൂടാതെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 4.68 എന്നുള്ളത് കുറച്ചുകൂടി ഹൈ ആണ്. മീഡിയൻ PE ആണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ മീഡിയൻ PE 24.8 മാത്രമാണ്. അതിന് നേരെ ഡബിളാണ് ഇപ്പോഴുള്ള PE. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇപ്പോൾ തീർച്ചയായും ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 2.46 എന്നുള്ളൊരു ഹൈ ഡിവിഡൻഡ് ഈൽഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഈ റിസൾട്ടിന് ശേഷം അവർ 28 രൂപയുടെ ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.1 മാത്രമുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിങ് 35% എന്നുള്ളൊരു ലോ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 24%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 29% ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ആ ഓൾ ടൈം ഹൈയിൽ നിന്ന് വലിയൊരു ക്രാഷ് സംഭവിച്ച ശേഷം പിന്നീട് അവർ പോകുന്ന ഒരു കൺസോളിഡേഷൻ, ആ ട്രെൻഡ് ലൈനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു കൺസോളിഡേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉള്ളത് ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് പ്രൈസ് ഉള്ളത്. ആ റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 1350-70 റേഞ്ചിലുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ, ആ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ സ്റ്റോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ അടുത്ത ടാർഗറ്റ് ഒരു 1560 വരെ പോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 1800 വരെയുള്ള ആ ഒരു പ്രീവിയസ് ഹൈയും വെച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു 3 വർഷത്തെ ഒരു ടൈം ഹൊറൈസൺ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് ടൈം എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. ഷോർട്ട് ടേം മൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് കമ്മിങ് ഡേയ്സിൽ ഇതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഹൈ വോള്യത്തിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റിയും ഈ സ്റ്റോക്കിൽ തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. യു ഡു യുവർ ഓൺ സ്റ്റഡി ആൻഡ് ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.